സദസ്സിന് നമസ്കാരം. മാനവികതയുടെ ചരിത്രത്താളുകളെ പുതുമ കൊണ്ടും പുരോഗതി കൊണ്ടും മുഖരിതമാക്കുന്ന 21-ാം നൂറ്റാണ്ട്, ശരവേഗത്തിൽ ബഹുദൂരം കീഴടക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിസ്മയങ്ങളും നിർമ്മിത ബുദ്ധി എന്ന നൂതന ലോകത്തിന്റെ മഹാത്ഭുതങ്ങളും മാത്രം ലക്ഷ്യമാക്കി മനുഷ്യ മനസാക്ഷിയെ പോലും കണക്കിലെടുക്കാത്ത കാലം, ആത്മീയതയെ പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന ലോകം. അവിടെ നിന്നാണ് വിശുദ്ധ അൽഫോൻസാമി എന്ന നിശബ്ദ ശബ്ദം നമ്മെ തകർച്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. വാക്കോ പ്രസംഗമോ ഇല്ലാതെ വിശുദ്ധയുടെ കീർത്തി ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിച്ച ആ കന്യകയുടെ ജീവിതം ബാല്യകാലം മുതൽ മരണവിനാഴിക വരെ സഹനത്താൽ സമ്പന്നമായിരുന്നു. സുന്ദരിയും സുശീലയുമായിരുന്ന അന്നക്കുട്ടിയെ ലോകം മാടി മാടി വിളിച്ചപ്പോൾ അവൾ ലോകത്തോട് നോ എന്ന് പറഞ്ഞു. അതെ, കർത്താവിനെ പൂർണ്ണമായും സ്നേഹിക്കണം എന്ന ഒറ്റ ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് പാപം ചെയ്യുന്നേക്കാൾ മരിക്കുവാൻ ആഗ്രഹിച്ച മിസ്റ്റർ അൽഫോൻസാമ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധിയായിരുന്നു. സഹനത്തെ കുറിച്ച് ദൈവശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടാണ് മിസ്റ്റർ അൽഫോൻസാമയ്ക്ക് ഉണ്ടായിരുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ അത് അതേപടി ഇരിക്കുന്നു, അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു എന്ന തിരുവചനം അവൾ വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു. മിസ്റ്റർ അൽഫോൻസാമയെ നോക്കുമ്പോൾ സഹനം ഒരു ദൗർബല്യമല്ല, മൗനം ഒരു പരാജയമല്ല, ത്യാഗം ഒരു പരിധിയല്ല. പക്ഷേ അവ വഴിയുള്ള നമ്മുടെ ജീവിതം ദൈവമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നു. മദ്യവും മയക്കുമരുന്നും വിവാഹമോചനവുമെല്ലാം ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ ആത്മീയതയില്ലാത്ത കുത്തഴിഞ്ഞ കുടുംബ പശ്ചാത്തലമാണ് ഇതിന്റെ എല്ലാം ഈറ്റിലമെന്ന് നമുക്ക് ഓർക്കാം. മോക്ഷത്തിന്റെ വാതിൽ തുറക്കുവാനുള്ള താക്കോലാണ് സഹനമെന്ന സുവിശേഷ സന്ദേശമാണ് കുടമാളൂരിന്റെ അഗ്നിപുഷ്പം നമ്മെ പഠിപ്പിക്കുക. ആരോരും അറിയാതെ ക്ലാരമഠത്തിന്റെ കൽഭിത്തികൾക്കുള്ളിൽ ഒരു കനലായി ജ്വലിച്ച വിശുദ്ധ അൽഫോൻസാമ ഇന്നത്തെ സഭയിൽ ഒരു ജ്വാലയായി പടർന്നു. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും ബുദ്ധിമുട്ടുകളും വിശുദ്ധ അൽഫോൻസാമയ്ക്ക് ഒരു കനലായി സമർപ്പിക്കാം. അതുവഴി ഒരു അനുഗ്രഹ ജ്വാലയായി തീരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.